യുഎസ് എക്സാമിന് പ്രധാനപ്പെട്ട കോൺ കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമായിട്ടോ മാഷ് വന്നത്. നമുക്ക് ഈ ടൈപ്പ് ചോദ്യം എങ്ങനെ വളരെ എളുപ്പത്തിലും ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാന്ന് പഠിക്കാം. മാഷ് എപ്പോഴും പറയുന്ന പോലെ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ആ കാര്യം ഇപ്പോൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ USS എഴുതുന്ന ധാരാളം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് വേണമെങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ ഈ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്തോ. വീണ്ടും സപ്പോർട്ട് അനുസരിച്ച് മാഷ് കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അധികം സമയം കളയാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ട്രിക്കിലോട്ട് കടന്നാലോ. ഇതാണ് ചോദ്യം. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞത്? ചിത്രം നോക്കൂ. AB പാരലൽ ടു CD. എന്താണ് ഈ AB എന്നുള്ള വരയും CD എന്നുള്ള വരയും തമ്മിൽ എന്താണ്? പാരലൽ ആണ്, ഒരേ അകലത്തിലുള്ള വരകളാണെന്നാണ് ചോദ്യത്തിൽ പറഞ്ഞത്. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? കോൺ CDE. ഇതിനിടയിലുള്ള കോണ്, ഇതിനിടയിലുള്ള ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ എങ്ങനെ കണ്ടെത്താൻ മാഷ് പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആണ്. ഇവിടെ നോക്കിക്കോ, ഇവിടെ ഉള്ള ആംഗിൾ ABE എന്നുള്ള ഈ ആംഗിള് നമുക്ക് തന്നിട്ടുണ്ട് 110 ഡിഗ്രി. അതുപോലെ തന്നെ BED എന്നുള്ള ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 25 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ CDE എന്നുള്ള ഈ ആംഗിൾ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ കൂട്ടിയാൽ മതി. അതാണ് ട്രിക്ക്. എന്താണ്? ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ കൂട്ടിയാല് നമുക്ക് ഇവിടെ ഉള്ള ഈ ആംഗിൾ കിട്ടും. അതാണ് ട്രിക്ക്. അങ്ങനെ ഇവിടെ ഉള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 110ഉം 25ഉം കൂട്ടിയാൽ എത്രയാണ്? എന്താണ്? 110ഉം 25ഉം കൂട്ടിയാണ് ഇവിടെ ഉള്ള ആംഗിൾ. എത്ര? 110ഉം 25ഉം കൂട്ടിയത് എത്ര കിട്ടും? 135 എന്ന് കിട്ടും. 135 ഡിഗ്രി ആണ് ഇവിടെ ഉള്ള ഈ ആംഗിള്. അപ്പൊ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, 135 ഡിഗ്രി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾ ആദ്യം തിരിച്ചറിയാ, എന്നിട്ട് ട്രിക്ക് കണ്ട് ഉപയോഗിക്കാം. ഇപ്പൊ ചോദ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ABയും CDയും പാരലൽ ആയിരിക്കണം. എന്നിട്ട് ആ രണ്ട് പാരലൽ ലൈൻസിന്റെയും അറ്റത്തുനിന്ന് രണ്ട് വരകൾ ഇങ്ങനെ വരച്ച് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഇടയിലുള്ള ആംഗിളും അതുപോലെ തന്നെ ആദ്യത്തെ വരയെന്ന് ഇങ്ങോട്ട് വരച്ചുകൊണ്ടായ ഇവിടെയുള്ള ആംഗിളും തന്നിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ വരയെന്ന് ഈ പോയിന്റിലോട്ട് വരച്ചപ്പോഴുള്ള ഇവിടെ ഉണ്ടായ ഈ ആംഗിൾ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ രണ്ടാമത്തെ വരയെന്ന് വരച്ചല്ല ഈ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ വരയെന്ന് വരച്ചപ്പോൾ ഉണ്ടായ ആംഗിളും കൂട്ടിമുട്ടിയ സ്ഥലത്തുണ്ടായ ആംഗിളും തമ്മിൽ കൂട്ടിയാൽ മതി. അങ്ങനെ ഇതേ ടൈപ്പ് ചോദ്യം തരാൻ വേണ്ടി പോവാണ്. വീണ്ടും ഇതേ ടൈപ്പ് ചോദ്യം. ഇവിടെ എന്താണ്? ABയും CDയും പാരലൽ ആണ്. അതുപോലെ ABയുടെ അറ്റത്തുനിന്ന് ഇങ്ങോട്ടൊരു വര നീട്ടി വരച്ചു, CDയുടെ അറ്റത്തുനിന്ന് ഇങ്ങോട്ടൊരു വര നീട്ടി വരച്ചു. രണ്ട് വര ഇവിടെ ഈ പോയിന്റിൽ കൂട്ടിമുട്ടിയ പോയിന്റിൽ ഉണ്ടായ ആംഗിൾ എത്ര? 10 ഡിഗ്രി ആണ്. അതുപോലെ ആദ്യത്തെ വരയിൽ നിന്ന് നീട്ടി വരച്ചപ്പോൾ ഉണ്ടായ ആംഗിൾ 100 ഡിഗ്രി ആണ്. അങ്ങനെ രണ്ടാമത്തെ വരയിൽ നിന്ന് നീട്ടി വരച്ചപ്പോൾ ഇവിടെ ഉണ്ടായ ആംഗിൾ കണ്ടെത്തണം. ഇതേ ടൈപ്പ് ചോദ്യം. ഇവിടെ ഉള്ള ആംഗിൾ എത്ര ഡിഗ്രി ആണ് നിങ്ങൾ കണ്ടെത്തിയിട്ട് നമ്മൾ കമന്റ് ബോക്സിൽ ഉത്തരം അറിയിക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ളതാണ്. എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ വരയിൽ നിന്ന് നീട്ടി വരച്ചപ്പോൾ ഉണ്ടായ ആംഗിളും അതുപോലെ കൂട്ടിമുട്ടിയ സ്ഥലത്തുണ്ടായ ആംഗിളും തമ്മിൽ കൂട്ടിയാൽ രണ്ടാമത്തെ വരയിൽ നിന്ന് നീട്ടി വരച്ചപ്പോൾ ഉണ്ടായ ആംഗിൾ നമുക്ക് കിട്ടും. അപ്പൊ ഇതിന് ഉത്തരം നിങ്ങൾ ഇടുക ആംഗിൾ CDE. കോൺ CDE എത്ര ഡിഗ്രി ആണ് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ഇതുപോലെ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള കണക്കുകൾ വീണ്ടും വേണമെങ്കിൽ നിങ്ങൾ ആ കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കാം. പക്ഷെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പൊ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. പക്ഷേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.